ഇന്നത്തെ വീഡിയോ എന്താണെന്ന് നോക്കിയാലോ. ഇന്ന് ഞാൻ രാവിലെ പണിയൊക്കെ കഴിഞ്ഞ ഉടനെ തന്നെ കുറച്ച് പച്ചരി വെള്ളത്തിലിട്ട് വെച്ചു കേട്ടോ. നമ്മൾ അജ്മീൻ്റെയും അതേപോലെ മറ്റുള്ള പുട്ടുപൊടികളൊക്കെ കടയിൽ നിന്ന് വാങ്ങാൻ തുടങ്ങുന്നതിൻ്റെ മുന്നേ രാവിലെ പണികളൊക്കെ കഴിഞ്ഞേക്ക് കുറച്ച് അരി എടുത്ത് വെള്ളത്തിലിട്ട് വെക്കും കേട്ടോ. എന്നിട്ട് വൈകുന്നേരം ഉരലിലിട്ട് ഇടിച്ച് അത് വറുത്ത് പിന്നെ പിറ്റേ ദിവസം രാവിലെ പുട്ടിനുള്ള മാവൊക്കെ കുഴച്ച് പുട്ട് ചുടലായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് എനിക്ക് അങ്ങനത്തെ ഒരു പുട്ട് കഴിക്കണം തോന്നിയപ്പം ഞാൻ രാവിലെ പണിയൊക്കെ കഴിഞ്ഞപ്പോൾ അരിയൊക്കെ വെള്ളത്തിലിട്ട് വെച്ചിരുന്നു കേട്ടോ. അങ്ങനെ അരിയൊക്കെ കഴുകി നേരത്തെ തന്നെ ഒരു ഓട്ടത്തട്ടിൽ ഊറ്റി വെച്ചിരുന്നു. അപ്പോൾ വെള്ളമൊക്കെ നല്ല വാർന്നതിന് ശേഷം മിക്സിൻ്റെ ജാറിലിട്ടിട്ട് നല്ല അടിപൊളിയായിട്ടുണ്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ചില്ലടയൊക്കെ കുറേ കാലമായിട്ട് പാത്ത് വെച്ചിരിക്കുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ എടുത്ത് കഴുകി വൃത്തിയാക്കിയിട്ട് പൊടിയൊക്കെ നല്ലോണം തരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല വട്ടമുള്ളൊരു ബേസിക്കാണ് കേട്ടോ തരിച്ചെടുത്തിട്ടുള്ളത്. അത് തരിച്ചെടുക്കാനുള്ള സുഖത്തിന് വേണ്ടിയിട്ടാണ് വലിയ പാത്രത്തിൽ തന്നെ തരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ മിക്സിൻ്റെ ജാറിലിട്ട് ഫുള്ളായിട്ട് തരിച്ചെടുത്തതിന് ശേഷം ഞാൻ ഇത് ചെറിയ ചെമ്പുക്ക് മാറ്റാൻ കേട്ടോ. അപ്പോൾ ഈ പാത്രത്തിലിട്ട് വറുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ വറുക്കാൻ വേണ്ടിയിട്ട് വേറൊരു പാത്രത്തേക്ക് മാറ്റിയെടുത്തിട്ടുണ്ട്. ഇപ്പോൾ അടുത്തൊന്നും ഇങ്ങനെ വറുത്ത് പുട്ടുണ്ടാക്കിയിട്ടില്ല കേട്ടോ. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന പൊടി കൊണ്ടാണ് എപ്പോഴും പുട്ടുണ്ടാക്കൽ. അപ്പോൾ വറുക്കലൊക്കെ മറന്നു പോയിട്ടുണ്ട്. പിന്നെ കല്യാണം കഴിഞ്ഞ ആ സമയത്തൊക്കെ ഞങ്ങൾ ഇങ്ങനെ ഉരലിൽ ഇടിച്ചിട്ട് തന്നെയാണ് കേട്ടോ ഉണ്ടാക്കിയത്. അപ്പോൾ പിന്നെ ഉമ്മച്ചി പറഞ്ഞിരുന്നു ഇങ്ങനെ കൈയിൻ്റെ ഉള്ള് ഇങ്ങനെ ചൂടാകുന്ന വരെ വറുത്താൽ മതി, അപ്പം പുട്ടുപൊടി കറക്റ്റ് ആവുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ വെച്ചിട്ടാണ് ഇന്ന് വറുത്തെടുത്തത്. അപ്പോൾ പുട്ടിൻ്റെ പൊടിയൊക്കെ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നാളെ രാവിലെ ഇന്നിപ്പോൾ പൊടിച്ച് വറുത്ത പൊടി കൊണ്ട് പുട്ടുണ്ടാക്കാം കേട്ടോ. അപ്പോൾ നാളെ പുട്ടുണ്ടാക്കണ കാണാം.